രാവിലെ കണ്ണുറക്കുമ്പോൾ മുതൽച്ച് അയ്യോ ഇന്ന് വീണ്ടും ആ മെഷീൻ്റെ മുന്നിൽ തന്നെ പോയിരിക്കണമല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? തയ്യലറിയാം, പക്ഷേ അതൊരു വലിയ ഭാരമായിട്ടാണോ നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? എങ്കിൽ കേട്ടോളൂ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ തയ്യൽ മെഷീനല്ല, മറിച്ച് തയ്യലിനോടുള്ള ആ പഴയ സ്നേഹമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്ന ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലത്തെ ആളുകളുടെ ഒരു സീക്രട്ട് ഫോർമുലയെക്കുറിച്ചാണ്. അതിന് പറയുന്ന പേരാണ് ഇക്കിഗായി. തയ്യൽ വേറൊരു ജോലിയായി കാണാതെ അതിലൂടെ എങ്ങനെ നമുക്ക് സന്തോഷവും സമാധാനവും ഒപ്പം മാസം 10,000 രൂപ വരുമാനമൊക്കെ ഉണ്ടാക്കി നമ്മളെ ലൈഫ് സ്മാർട്ടാക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഒരു യഥാർത്ഥ ജീവിത കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി, ആ ബെല്ല ബട്ടനും ഒന്ന് അമർത്തിയോളിട്ടോ. നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പക്കപ്പളെ കിട്ടും. അപ്പം തന്നെ ലൈക്കും ചെയ്തോളി, എന്നെങ്കിൽ വേറൊരാളിലേക്ക് ഈ വീഡിയോ പോകുള്ളൂ കേട്ടോ. എന്താണ് ഇക്കിഗായി? ലളിതമായി പറഞ്ഞാൽ രാവിലെ നമ്മളെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ഇക്കിഗായി അറിയുന്നത്. ജപ്പാൻകാരുടെ നിയമപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും പണവും ഒന്നിച്ച് വരണമെങ്കിൽ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം. നമുക്ക് റീന എന്ന് പറഞ്ഞൊരു തയ്യൽക്കാരിയുടെ ഒരു അനുഭവം വെച്ച് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. റീനക്ക് തയ്യലറിയാം, പക്ഷെ അവൾക്കൊന്നും ഒരേപോലെയുള്ള സാധാരണ നൈറ്റികളും സാധാരണ ബ്ലൗസും ഒക്കെ തയ്ക്കാൻ വലിയ മടിയേനി. കൂലി വളരെ കുറവ്, പണി കൂടുതലും. അങ്ങനെ അവൾ തയ്യൽ നിർത്താൻ വരെ ആലോചിച്ച് അപ്പോഴാണ് ഈ 4 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? റീന ചിന്തിച്ചപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം സാധാരണ വസ്ത്രങ്ങൾ തയ്ക്കുന്നതല്ല, മറിച്ച് ചെറിയ കുട്ടികളുടെ നല്ല നല്ല മനോഹരമായ ഫ്രോക്കുകൾ ഡിസൈൻ ചെയ്ത് വസ്ത്രങ്ങൾ തയ്ക്കുന്നതാണ് അവൾക്കിഷ്ടം. അത് ചെയ്യുമ്പോൾ അവൾക്ക് സമയം പോകുന്നത് അറിയുകയേയില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് നന്നായി ചെയ്യാനറിയാവുന്ന കഴിവ് ഏതാണെന്നതാണ്. അപ്പോൾ റീനക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ നല്ല ഫിനിഷിങ്ങിൽ കൊണ്ട് വരാനും പുതിയ പുതിയ ലേസുകളും റഫിൾസും ഒക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല ഭംഗിയിലുള്ള ഡ്രസ്സുകൾ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വന്നിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം, ഈ ലോകത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള കാര്യം എന്താണെന്നാണ്. നാട്ടിലെ കടകളിൽ കിട്ടുന്ന റെഡിമെയ്ഡ് കുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് വൻ വിലയാണ് വന്നിട്ടുള്ളത്. എന്നാൽ തുണിക്കോ ഒരൊറ്റ ക്വാളിറ്റി ഉണ്ടാവുകയില്ല, നല്ല ക്വാളിറ്റി കുറവുള്ള തുണിയേക്കാരും. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള വില കുറഞ്ഞ കുഞ്ഞുടുപ്പുകൾ നാട്ടിലെ അമ്മമാർക്ക് ആവശ്യമുണ്ടെന്ന് റീനക്ക് മനസ്സിലായി. നാലാമത് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് എന്തിനാണ് ആളുകൾ പണം തരുന്നത്? റീന കുട്ടികൾക്കായി തയ്ക്കുന്ന ആ പ്രത്യേക ഡിസൈനുകൾക്ക് എത്ര പണം വേണമെങ്കിലും തരാൻ അമ്മമാർ റെഡിയായിരുന്നു. ഈ 4 കാര്യങ്ങൾ ഒത്തുചേർന്നപ്പം റീനക്ക് മനസ്സിലായി അതാണ് റീനൻ്റെ ഇക്കിഗായി എന്ന്. അപ്പോൾ റീനൻ്റെ ഇക്കിഗായി എന്താണെന്നുള്ളത് കണ്ടെത്തി. അതായിരുന്നു കിഡ്സ് വെയർ ഡിസൈനിങ്. അവൾ വസ്ത്രധാരണ തയ്യൽ നിർത്തി, സാധാരണ ഡ്രസ്സുകളുടെയൊക്കെ തയ്യൽ നിർത്തിവെച്ച് കുട്ടികളുടെ വസ്ത്രങ്ങൾ മാത്രം തയ്ക്കാൻ തുടങ്ങി. ഇന്ന് അവൾ മാസം നല്ലൊരു തുക വീട്ടിലിരുന്ന് സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പം അവൾക്ക് മടിയില്ല, മറിച്ച് പുതിയൊരു കുഞ്ഞുടുപ്പ് തയ്ക്കുന്നതിൻ്റെ ആവേശമാണുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലും ഈ മാറ്റം കൊണ്ടുവരാൻ ചില വഴികളിതാ. ഒന്നാമത്തേത്, നിങ്ങളെ ഇഷ്ടം കണ്ടെത്തുക. നിങ്ങൾ തയ്ക്കുന്ന വെറും പൈസക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് വരും. തയ്യലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഭാഗം ഏതാണെന്ന് നോക്കുക. അത് ചിലപ്പം ഡിസൈനിങ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പം കട്ടിങ് ആയിരിക്കാം, ചിലപ്പോൾ സാരിയുടെ കുഞ്ചലം കെട്ടി കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നിങ്ങളെ ബിസിനസ് നമ്മൾ മാറ്റിയെടുക്കുക. രണ്ടാമത്തേത്, ലൈഫ് സ്മാർട്ടാക്കുക എന്നതാണ്. മടുപ്പിക്കുന്ന ഓർഡറുകൾ മാത്രം ചെയ്ത് ജീവിതം കളയരുത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കുന്ന വസ്ത്രങ്ങൾ തയ്ക്കുക. അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക. നിങ്ങളുടെ ഇഷ്ടം മറ്റുള്ളവർ കാണുമ്പോൾ അവർ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നമ്മളെ ക്രിയേറ്റിവിറ്റി പുറത്തെടുത്താൽ ആ ഇഷ്ടം കണ്ടിട്ട് ആ ഡ്രസ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട ഒരു ആവശ്യമില്ല. മൂന്നാമത്തെ വരുന്നത്, നമ്മളെ വരുമാനം കൂട്ടാനുള്ള വഴി. സാധാരണ തയ്യൽ കൂലിക്ക് വേണ്ടി ആളുകളോട് തർക്കിക്കുന്നതിന് പകരം നമ്മളെ ഇക്കിഗായി കണ്ടെത്തി അതിലൊരു വിദഗ്ധത നേടുക. നമ്മൾ ആ കാര്യത്തിൽ അങ്ങോട്ട് എക്സ്പേർട്ടായി മാറുക. നമ്മളുണ്ടല്ലോ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടായി മാറി ആ കാര്യത്തിൽ മാത്രം മികച്ചതാവുമ്പോൾ
നമ്മളോട് ചോദിക്കുന്ന പണം സന്തോഷത്തോടു കൂടി നമുക്ക് തരും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തയ്യൽ മെഷീൻ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശാപമല്ല, മറിച്ച് നമ്മളെ ഇക്കിഗായി കണ്ടെത്താനുള്ള വലിയൊരു മാധ്യമമാണ് നമ്മളെ മുന്നിലേക്ക് തുറക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ ചോദിച്ച ഈ 4 ചോദ്യങ്ങൾക്കും നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. എന്നിട്ട് അതിനുത്തരം നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. തയ്യലിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു കാര്യം എന്താണെന്ന് താഴെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ചത് കണ്ടെത്താം. നിങ്ങളത് കമൻറ്റ് ചെയ്യുമ്പം ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ അതൊരു പ്രചോദനമായിട്ട് ബാക്കി ഈ 4 ചോദ്യങ്ങൾ ഓലോട് തന്നെ ചോദിച്ചിട്ട് എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് ഓലും ഈ ഇതിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അത് ഓരോരുത്തർക്കും ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിനുള്ള ഒരു പ്രചോദനം കൂടിയാവും. അപ്പോൾ ആരും ഇനി എനിക്ക് തയ്ക്കാൻ അറിയും പറഞ്ഞിട്ട് കാര്യമില്ല, മടിയാണെന്ന് പറഞ്ഞ് നിൽക്കണ്ട, ഇതെനിക്ക് കഴിയണില്ല എന്ന് പറഞ്ഞ് നിൽക്കണ്ട. എങ്ങനെയാണ് ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ള ഒരു വഴിയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ള ആ 4 ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മൾക്കും വേണ്ടിയിട്ടുള്ള നമ്മളെ വരുമാനം അത് നമ്മൾ വർദ്ധിപ്പിക്കാൻ നോക്കുക. നമുക്ക് കുറച്ചൊരു പൈസ കിട്ടിയാലും ഒരു നാളിൽ നമുക്കൊരു ആനിവേഴ്സറി വരും, അല്ലെങ്കിൽ നമ്മളൊരു ബർത്ത്ഡേ വരുമ്പം, നമ്മളെ മക്കളൊരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മളെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് സെൽഫ് ലവ് ചെയ്യണം, സെൽഫ് കെയർ നന്നായിട്ട് ചെയ്യണം. കാരണം നമ്മളൊരു കാര്യം ചെയ്ത് നമ്മളെ ബർത്ത്ഡേ വന്ന് നമുക്ക് ആരും ഗിഫ്റ്റ് വാങ്ങിയെന്നില്ല കാരണം സങ്കടപ്പെടുന്നതിന് പകരം നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്കൊരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങുക, എന്നിട്ട് നമ്മൾ സന്തോഷിക്കുക. മറ്റൊരാളും നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് മതി നമ്മളെ സന്തോഷം വരില്ല എന്നുള്ളത് ആദ്യം മാറ്റി വെച്ചിട്ട് നമ്മളെ സന്തോഷം നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. ആ കിട്ടുന്ന സന്തോഷത്തോട് ഒക്കില്ല വേറെ ഏതൊരു സന്തോഷം. ഒരിക്കൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കേണ്ടി. ഈ സന്തോഷത്തിൻ്റെ പവർ എന്താണെന്ന് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരികളായിട്ടുള്ള തയ്യൽ ചെയ്യുന്ന കൂട്ടുകാരികളായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ഏറ്റവും നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ടോപ്പിക്കിലൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും.